മദീനയും അതിന്റെ മൂലകളിലും അതിന്റെ ഓരോ വസ്തുക്കളിലും അതിന്റെ ഓരോ സ്ഥലങ്ങളിലും നമുക്ക് വല്ലാത്ത ആത്മീയമായ ഉണർവുണ്ട്, വല്ലാത്ത ഈമാനികമായ ആവേശമുണ്ട്, വല്ലാത്തതായ ഉൾക്കൊള്ളുകൾ, വല്ലാത്ത ബന്ധങ്ങൾ, ആത്മീയമായ ബന്ധങ്ങളുണ്ട്. ആദം നബി അലൈഹിസ്സലാമിന്റെ സ്വർഗ്ഗം നഷ്ടപ്പെട്ടത് അത് തിരിച്ചു പിടിക്കുവാനുള്ള അവസരമായി അല്ലാഹു തആല മക്കയെയാണ് നൽകിയത്. ആദം നബി അലൈഹിസ്സലാമിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതായ ആ ഒരു ആസ്വാദന, ആ ഒരു സ്വർഗ്ഗത്തിന്റെ സുഖം മടക്കുവാൻ മക്കയാണ് അല്ലാഹു തിരഞ്ഞെടുത്തത്. ആദം നബി അലൈഹിസ്സലാമിന്റെ പാപം പൊറുക്കുന്നതിന് തൗബ സ്വീകരിക്കാൻ അല്ലാഹു തിരഞ്ഞെടുത്തത് മക്കയാണ്. അതേ മുഅ്മിനീങ്ങളെ ഖിയാമത്ത് നാൾ വരെ ഈ എല്ലാ സൗഭാഗ്യങ്ങളും ആ മക്കയെന്ന ആ മക്കത്തുൽ മുക്കറമയിൽ അല്ലാഹു ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ടല്ലേ അസ്സലാമു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള മുർസലീങ്ങളും ശേഷം വരുന്ന താബിഈങ്ങളും തബൂഉ താബിഈകളും സ്വാലിഹീങ്ങളും ഉലമാകളും ആലിമീങ്ങളും ഔലിയാക്കളും എല്ലാം ഇതിനെ വല്ലാതെ ആഗ്രഹിച്ചു പോയി, വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അസ്സലാമു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വല്ലാഹി ഇന്നക ഖൈറുൽ അർദില്ല, ഭൂമിയിൽ വെച്ച് മക്കളെ നീയാണ് ഏറ്റവും വലിയ ഖൈറായ ഭൂമി നീയാണ്. അല്ലാഹുവിന്റെ ഭൂമിയിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയം, എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നോടാണ് എന്ന് ആ മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വലൗലാ ഉഖ്രിജതു മിന്നി, നിന്നിൽ നിന്നും ഖുറൈശികൾ എന്നെ ആട്ടിപ്പുറത്താക്കി മദീനയിലേക്ക് പറഞ്ഞു വിട്ടില്ലായിരുന്നുവെങ്കിൽ മാ ഖറജതു മിന്നിൽ നിന്നും ഒരിക്കലും പലായനം ഇഷ്ടപ്പെടില്ലായിരുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ്